അതെ, ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ നേരത്തെ പറയുകയുണ്ടായി ഈ ആരോപണങ്ങൾക്കൊക്കെ നിയമപരമായ നടപടി ഉണ്ടാകും, നിയമപരമായി നേരിടും, പാർട്ടി കമ്മിറ്റികളിലോ അല്ലെങ്കിൽ പാർട്ടിക്കകത്തോ ഇതൊക്കെ ചർച്ച ചെയ്യുമെന്ന്. അത്രമാത്രം ലാഘവത്തോടു കൂടി എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണോ ഇത്? കാരണം സംസ്ഥാനത്തിൻ്റെ DGPയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ADGP ഭരണം നടത്തുന്നു. അതും ഏതു തരത്തിൽ? സ്വർണം പൊട്ടിക്കൽ എന്നാണ് ആ പദപ്രയോഗം. സ്വർണ്ണ കച്ചവടക്കാരുമായുള്ള ഇടപാടുകൾ, മാഫിയ ബന്ധം, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, ഏതൊക്കെ രീതിയിലാണ് അക്രമങ്ങൾ നടത്തിയത് എന്ന് വിവരിക്കാൻ പോലും സാധിക്കില്ല. കൊലപാതക ആരോപണം വരെയുണ്ട് ഒരു ADGPക്കെതിരെ. ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെ നിയമിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി. ഇത്രയധികം ആരോപണങ്ങൾ വരുമ്പോഴും അത് നിയമപരമായി നേരിടാം, കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നൊക്കെ പറയാൻ കഴിയുമോ? ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയാണ് അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്നത്, അതും ഭരണപക്ഷ MLA. അതുകൊണ്ട് ഇത് അങ്ങനെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് കളയാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ? അല്ല, ഇത് എന്നെ വിളിച്ചത് ഒരു ചർച്ചയ്ക്കാണ്. ആ ചർച്ച ആണ് ഇവിടെ നടക്കുന്നത് എന്ന അഭിപ്രായം എനിക്കിപ്പോൾ ഇല്ല. ഇവിടെ രണ്ടുപേർക്ക് പ്രസംഗിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അവരങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. ആ പ്രസംഗത്തിലെ സാങ്കത്യത്തെയും അസാങ്കത്യത്തെയും ഒന്നും ഞാൻ ചോദ്യം ചെയ്യാനൊന്നും വരുന്നില്ല. ചർച്ചയാണെങ്കിൽ ചർച്ച, ഒരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം, ഇതൊക്കെയാണ് ഞാൻ ശീലിച്ച ചർച്ച. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ സംഭവം. പിന്നെ ചാനൽ മേധാവികൾക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഞാനതിനെ കാണുന്നില്ല. പക്ഷേ കേൾക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ എൻ്റെ അഭിപ്രായം കേൾക്കണമെന്നല്ലോ ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയാനുണ്ടായൊരു കാരണം. ഒരു ഭരണകൂടത്തെ ചീത്ത വിളിക്കാൻ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താൻ കഴിയുന്ന വാക്കുകളുള്ള ആളുകൾക്ക് പ്രസംഗത്തിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നു. ഇനി ഇവിടെ കാര്യം, നിങ്ങളുടെ ചോദ്യത്തിനുണ്ട് എൻ്റെ ഉത്തരം എന്താണ്? ഒരു ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ അതിന് നിയമപരമായ നടപടികൾ എടുക്കുകയല്ലാതെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ് പോംവഴി? ഒന്ന് പറയുക. എനിക്കറിഞ്ഞുകൂടാ, വേറെ പോംവഴി ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിയമപരമായ നടപടികളിലൂടെ അതിന് പരിഹാരം കാണുക, അതിൽ കുറ്റവാളികളെ കണ്ടെത്തുക, അതാണ് നിയമപരമായ വഴി. അതല്ലാത്ത മറ്റൊരു വഴി ഉള്ളത് വേറൊരു പ്രതലത്തിലാണ്, ജനാധിപത്യ രാജ്യത്തിലല്ല. അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. അതെ, അല്ല, ഒരു കേവലമായ ഒരു സംശയം മാത്രമാണ്. അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തിനാണ് കാലതാമസം? 2 ദിവസം മുൻപാണ് സംസ്ഥാന പോലീസ് അസോസിയേഷന്റെ വേദിയിൽ ADGPയെ അരികത്തിരുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണം ഉണ്ടാകും എന്ന്. എന്നിട്ട് എന്തേ ഇത്ര താമസം എന്നാണ് ചോദ്യം. എനിക്ക് അതിനെക്കുറിച്ച് ഒട്ടും മനസ്സിലാകാത്തൊരു വിഷയമാണത്. ഏറ്റവും മനസ്സിലാകാത്ത വിഷയമാണ്. ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ DGPയെ ചുമതലപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് DGPയുടെ കീഴിൽ അന്വേഷണത്തിന് ഉത്തരവുന്ന ആളുകളെ 2, 4, 5, 7 വ്യക്തികളെ എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ അതിൻ്റെ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് നടക്കുന്നുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്കൾക്ക് ആ വിവരമില്ലെങ്കിൽ സത്യവിരുദ്ധമാണ് ഞാൻ പറയുന്നത്. ശ്രീ സുരേഷ് ബാബു, ADGP ക്രമസമാധാന ചുമതലയുമായി തൽസ്ഥിതി തുടരുകയല്ലേ? തൽസ്ഥിതി തുടരുകയാണ്. അതെ, അതാണ് വിഷയം. ഒരു ഉദ്യോഗസ്ഥൻ ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട ഒരു ഉദ്യോഗസ്ഥൻ തൽസ്ഥാനത്ത് തുടർന്നുകൊണ്ട് DGPയുടെ നേതൃത്വത്തിൽ ADGPയെക്കാളും താഴെയുള്ള കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ എന്ത് പ്രസക്തി? ഹലോ, കേൾക്കാം ശ്രീ സുരേഷ് ബാബു, കേൾക്കാം. പറഞ്ഞോളൂ, താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹത്തിൽ ആരൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും വീണ്ടും എക്കോ വന്നിട്ടുണ്ട്. അത് സാരമില്ല. ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് ഒരാളെക്കുറിച്ച് ഒരു ആക്ഷേപം വന്നാൽ ഉടനെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് കീഴ്വഴക്കമെങ്കിൽ
ആ കീഴ്വഴക്കമാണ് നമുക്ക് നടപ്പാക്കേണ്ടതെന്നുള്ളത് പറയാം. ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. അന്വേഷണം നടത്തും, അന്വേഷണം നടത്തി കുറ്റക്കാരനാണെന്ന് ഇവിടെ പിരിച്ചുവിടലൊന്നുമല്ല, എത്രയോ അന്വേഷണങ്ങൾ ഓരോ ഉദ്യോഗസ്ഥനും നേരിടുന്നു. പിരിച്ചുവിട്ടുകൊണ്ടാണ് അന്വേഷണം നേരിടുന്നത്. തൽസ്ഥാനത്ത് നിന്ന് മാറണം. പ്രത്യേകിച്ച് അധികാര ദുർവിനിയോഗം നടത്താൻ സാധ്യതയുള്ള മേഖലയാണെങ്കിൽ അവിടെ നിന്ന് മാറ്റി നിർത്തണം. ഇത് താങ്കൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അല്ലല്ലോ, അതല്ല അല്ല അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരമൊരു ഏത് നടപടികൾക്ക് ഒരു ഗവൺമെന്റ് സ്വീകരിക്കണമെന്നത് ഡിക്റ്റേറ്റ് ചെയ്യാൻ നമുക്കാർക്കും അധികാരമില്ല. നമ്മൾ അഭിപ്രായം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് കൃത്യമായി മനസ്സിലാക്കുന്നു. DGPയുടെ നേതൃത്വത്തിൽ ഒരു 6-7 IPS ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന സംഘം ഈ ആരോപണങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. ആ ആരോപണങ്ങൾ പരിശോധിച്ച് അതിൽ ക്രിമിനലായ നടപടികൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് നടപടികൾ എടുത്തിരിക്കും. അതിൻ്റെ പേരിൽ FIR വരും, അതിൻ്റെ പേരിൽ ചാർജ് ഷീറ്റും വരും. അതല്ലാതെ ആരോപണം ഉണ്ടാകുന്ന നിമിഷം തന്നെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ജോലി ചെയ്യാൻ കഴിയുമോ? ആർക്കെങ്കിലും ജോലി ചെയ്യാൻ കഴിയുമോ? ഒരു കടലാസ് എടുത്ത് എഴുതി കൊടുത്താൽ പോരെ? ഒരു ചാനലിന്റെ മുമ്പിൽ, യൂട്യൂബ് ചാനലിന്റെ മുമ്പിൽ പറഞ്ഞാൽ പോരെ? അങ്ങനെയാകുമ്പോൾ ഒരു അനാർക്കിയല്ലേ സൃഷ്ടിക്കാൻ പോകുന്നത്? ആ അനാർക്കി ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, എനിക്ക് വളരെ സ്നേഹമുള്ള ശ്രീ പത്മനാഭനാണ്. എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനുണ്ടായ സാഹചര്യമെന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണോ അദ്ദേഹം ഈ ചാനലിൽ ഇങ്ങനെ പറഞ്ഞത്? ജൂലൈ 30 നടന്ന ആ ഒരു ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആഗസ്റ്റ് 30 എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തു എന്നാണ്. 30 ദിവസം കൊണ്ട് വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രതിഭാസം, ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ സംവിധാനം നമ്മുടെ മുമ്പിലുണ്ടോ? 10,000 ജില്ലയുടെ വീടുകൾക്ക് ഇങ്ങനെയൊന്നും പറയരുത്. ഇങ്ങനെയൊന്നും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഓൺലൈനിലൂടെ സർവകക്ഷി യോഗം, BJP അടക്കം സർവകക്ഷി യോഗം BJP അടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തു. അതില് കേരളത്തിന്റെ ഇപ്പൊ പിരിഞ്ഞുപോയ ചീഫ് സെക്രട്ടറി ശരിക്കൊരു ഡയമെൻഷൻ പ്രസിദ്ധീകരിച്ചുകൊണ്ട് തന്നെ ജനങ്ങളോട് പറഞ്ഞു, ഇന്ന ടൗൺഷിപ്പുകൾ, ഇന്നയിടത്ത് ഇത്ര വീട്, ഇത്ര സ്കൂള്, ഇത് മുഴുവൻ തുടങ്ങുകയാണ്, ഇതിന്റെ ഡീറ്റെയിൽഡ് പ്ലാൻ തയ്യാറാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ സർവകക്ഷി യോഗമാണ്, ഭരണകക്ഷി യോഗമല്ല, പ്രതിപക്ഷത്തിന്റെയും ഭരണകക്ഷിയുടെയും യോഗമല്ല, സർവകക്ഷി യോഗം. അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ വിളിച്ചു ചേർത്ത് ജനങ്ങളുടെ മുമ്പിൽ, സാധാരണക്കാരുടെ മുമ്പിൽ, പൗരന്മാരുടെ മുമ്പിൽ, അവശതി അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മുമ്പിൽ വ്യക്തമായി കേരളത്തിലെ സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ പി വി അൻവർ MLA കളഞ്ഞു കുളിച്ചില്ലേ? വയനാടിൽ നേടിയ നേട്ടമൊക്കെ തീർന്നില്ലേ ഒരു നിമിഷം കൊണ്ട്? അല്ലെ, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഞാൻ നിങ്ങൾ വിട്. അതിനെക്കുറിച്ച് അതിന്റെ ഡാമേജ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിലേക്ക് വരണം. അവിടെയാ വരേണ്ടത്. അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല, അവിടെ വയനാടിന്റെ ദുരന്തമല്ല വരേണ്ടത്. PV അൻവറിലൂടെ വന്നിട്ടുള്ള കാര്യങ്ങൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഏൽപ്പിച്ചിട്ടുള്ള ഡാമേജുകളെ കുറിച്ചാണ് ഇപ്പോൾ നടക്കുന്ന CPM-ന്റെ സമ്മേളനത്തിന്റെ ഉണ്ടാകുന്ന ചർച്ചകളുടെ ഡാമേജിനെ കൂടാണ് ചർച്ച എന്നാണ് എന്നെ ധരിപ്പിച്ചത്. ആ ധരിപ്പിച്ച ചർച്ചയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അങ്ങനെ ഇരുട്ടാക്കരുത്. അങ്ങനെ നോക്കരുത്. കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെയല്ല കാടടച്ചിരുട്ടാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തമായ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. നടപടികൾ ഉണ്ടാവേണ്ടടുത്ത് നടപടികൾ ഉണ്ടാകും. എന്താണ് തന്നത്? താങ്കൾ പറഞ്ഞതുപോലെ വലിയ ഡാമേജ് തന്നെയാണ് സംഭവിപ്പിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം? അത് സമൂഹത്തിന് കൂടി അത് LDF ചർച്ച ചെയ്യട്ടെ.
LDF ചർച്ച അല്ലല്ല, ചെയ്യാൻ അത് മതിയാകുകയില്ല. LDF ചർച്ച ചെയ്തിട്ട് LDF ചർച്ച അവര് ചെയ്യാൻ മറികടക്കാൻ മതിയാകുകയില്ല. ശ്രമിക്കുന്നതല്ലേ? ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയാണ് പൂർണ്ണമായിട്ട് അവിടെ വിമാനത്താവളങ്ങളിൽ നിന്ന് സ്വർണ്ണക്കള്ളക്കടത്തുമായി അവിടെയാണ് പറഞ്ഞത്. ഇറങ്ങുന്ന വ്യക്തികൾ കസ്റ്റംസിന്റെ ഒത്താശയോടുകൂടി പുറത്തിറങ്ങുന്നു. അവിടെ പോലീസിന്റെ ഒരു കവചം സൃഷ്ടിക്കുന്നു. പോലീസ് തന്നെ അവരെ പിടികൂടുന്നു. സ്വർണം പതുക്കെ ആരുടെയൊക്കെയോ താല്പര്യത്തിനനുസരിച്ച് പകുതിയോളം അവിടെ നിന്നും കവർച്ച ചെയ്യപ്പെടുന്നു. ഇതിന്റെയൊക്കെ സ്വർണം പൊട്ടിക്കൽ എന്നാണ് ആ വാക്ക് PV അൻവർ MLA ഉപയോഗിച്ചത്. അതിലും വലിയ ക്രമസമാധാന ലംഘനങ്ങൾ എടുത്തു പറയുകയുണ്ടായി. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ആര് എന്ന് എടുത്തു പറയുകയുണ്ടായി. അതെങ്ങനെയാണ് LDFനകത്ത് ചർച്ച ചെയ്താൽ മതിയാകുന്നത്? ഇത് പൊതുസമൂഹത്തിന്റെ വിഷയമാണ്. റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഈ പൊതുസമൂഹത്തിന് സുരക്ഷ നൽകേണ്ട പോലീസ് ഏതെങ്കിലും ഭാഗത്തു നിന്ന് ചാടി വീണ് സാധാരണക്കാരന്റെ ബാഗിനുള്ളിൽ എന്ത് എന്ന് പരിശോധിച്ച് കവർച്ച നടത്തുമോ ഇല്ലയോ എന്നുള്ളത് സാധാരണക്കാർക്ക് അറിയണ്ടേ? അവിടെ LDFനകത്ത് ചർച്ച ചെയ്താൽ മതിയാകുമോ? പ്രിയപ്പെട്ട സഹോദരി, അങ്ങയോട് ഇപ്പം എൻ്റെ വായിൽ കയറി ഉത്തരവുണ്ടാക്കല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അങ്ങേക്ക് കഴിയില്ല എന്ന് ഞാൻ ധരിക്കുന്നില്ല. അങ്ങയുടെ ഈ ചാനലിന്റെ താല്പര്യത്തിനനുസരിച്ച് അങ്ങ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണ്? ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൽ കുറ്റകരമായ കാര്യങ്ങൾ തെളിഞ്ഞു വന്നാൽ നിയമപരമായ നടപടികൾ ഉണ്ടാകും. അതിൽ സ്വർണ്ണപ്പൊട്ടികൾ ഉണ്ടാകും, അതിൽ മറ്റു തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അതല്ല ഡാമേജ് എന്ന് പറയുന്നത് അല്ല. ഞാൻ തീർക്കട്ടെ. എന്നെ തീർക്കാൻ അനുവദിക്കൂ. ഞാൻ പറയുന്നത് അവസാനിപ്പിക്കാൻ എന്നെ സമ്മതിക്കൂ. അല്ലല്ല, ആ ഒരു രീതി വേണ്ട, ആ ഒരു രീതി വേണ്ട. എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഡാമേജ് ഉണ്ടാകുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിനല്ല, ഡാമേജ് അല്ല, മറ്റത് ക്രിമിനൽ ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ക്രിമിനലായ നടപടികൾ ഉണ്ടാകും. ഡാമേജ് പൊളിറ്റിക്കലാണ്. ആ ഡാമേജ് പൊളിറ്റിക്കൽ LDF ചർച്ച ചെയ്ത് തീർത്തോളും. അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഈ സ്വർണ്ണക്കടത്ത് പൊളിറ്റിക്കലായിട്ട് ചർച്ച ചെയ്ത് തീർത്തോളും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ ഞാൻ തയ്യാറുമല്ല. അതല്ല സത്യം.